കുടുംബം വെച്ചു കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധത്തെ നിസ്സാരവൽക്കരിക്കുന്നവരെ, കുടുംബ ബന്ധത്തെ തള്ളിക്കളയുന്നവരെ, കുടുംബക്കാരുടെ പേരിൽ കേസ് കൊടുത്തവരെ, കുടുംബക്കാരെ തല്ലിയവരെ, കുടുംബക്കാരെ അടിച്ചമർത്തിയവരെ, പാവപ്പെട്ട പെങ്ങളാണ്, പാവപ്പെട്ട സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പെരുന്നാളിന്റെ ദിവസം പോലും കുടുംബത്തിന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത എന്റെ മുസ്ലിമേ, അല്ലാഹു തആല സ്വന്തം പേര് വെച്ചു കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? ലോകത്തിനെ സൃഷ്ടിക്കാൻ തന്നെ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ആ പേര് അല്ലാഹു വെച്ചു കൊടുക്കുന്നില്ല. പിന്നെ ആർക്കാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? റഹീമി എന്ന് പറയുന്ന പേര് വെച്ചു കൊടുക്കുന്നത് കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിക്കാ, കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിക്ക് അല്ലാഹു ആ പേര് വിളിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു തആല ആ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിയെ ദുനിയാവിലേക്ക് പറഞ്ഞേക്കുന്നില്ല. ആ സൃഷ്ടിയെ അല്ലാഹു ദുനിയാവിലേക്ക് പറഞ്ഞേക്കുന്നില്ല. എന്നിട്ടോ അല്ലാഹു തആലയുടെ അർശിന്റെ താഴ്വരയിൽ മുഅല്ലഖും ബിൽ അർശ്, അർശിന്റെ താഴ്വരയിൽ ആ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിയെ കെട്ടിത്തൂക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു തആല ആ കുടുംബം എന്ന് പറയുന്ന അല്ലാഹു ചേർത്ത് പിടിച്ച അല്ലാഹുവിന്റെ അർശിന്റെ താഴ്വരയിൽ കെട്ടിത്തൂക്കപ്പെട്ട ആ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടി ോട് പടച്ചറപ്പ് ചോദിക്കുന്നു, കുടുംബമേ നിന്റെ ആവശ്യം എന്താ? കുടുംബമേ, ആ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിയോട് പടച്ചറപ്പ് ചോദിക്കുമ്പോ ആ സൃഷ്ടി പടച്ചവനോട് പറയുകയാണ്, പടച്ചറപ്പേ എനിക്കൊരു ആവശ്യവുമില്ല, പക്ഷേ എനിക്കൊരു പരാതിയുണ്ട് റബ്ബേ, എനിക്കൊരു കാര്യം നിന്നോട് ഉണർത്താനുണ്ട് റബ്ബേ. പടച്ചവനെ ചോദിക്കുകയാണ്, എന്താണ് നിന്റെ പരാതി, എന്താണ് നീ ഉണർത്തുന്ന കാര്യം എന്ന് ചോദിക്കുമ്പോ ആ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടി പടച്ചവനോട് പറയാണ്, പടച്ച റബ്ബേ മൻ വസലനി വസലഹുല്ലാഹ്. इस डिब्बे में क्या है? नेहा के शेफ बनने का पहला कदम है। अपने हाथों से कुछ बनाने की खुशी है, सजने संवरने की चाह है। इस डिब्बे में हर दिन को बेहतर बनाने का सामान है। Amazon, हर दिन बेहतर। അവനെ നീ വിച്ഛേദിക്കല്ല റബ്ബേ, അവനെ നീ ചേർത്ത് പിടിക്കണ റബ്ബേ. അവനെങ്ങാലും ആ ബന്ധത്തെ മുറിച്ചു കഴിഞ്ഞാൽ, അവനെങ്ങാലും കുടുംബബന്ധമെന്ന് പറയുന്ന ആ ബന്ധത്തെ വിച്ഛേദിച്ചു കഴിഞ്ഞാൽ, കുടുംബത്തിലുള്ളവർ കണ്ണിയോട് അവനെങ്ങാലും പിണങ്ങിക്കിടന്നാൽ അവനോട് നീ പിണങ്ങണേ അല്ലാ, അവനോടുള്ള ബന്ധത്തെ മുറിച്ചു കളയണേ അല്ലാ. കുടുംബത്തിന്റെ ഡിമാൻഡ് ആലോചിച്ച് നോക്കിയേ.
നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളോട് നിങ്ങൾ ഇന്ന് പിണക്കത്തിലാണെങ്കിൽ അള്ളാഹും നീയും പിണക്കത്തിലാണ്. പിന്നെ എങ്ങനെ ദുആ സ്വീകരിക്കുന്നത്? എത്ര കാലായ ഉസ്താദ് ദ്വാരക്കുന്നത്? അള്ളാഹു ദുആ സ്വീകരിക്കുന്നില്ല, അള്ളാഹു ദുആന് ഉത്തരം ചെയ്യും. എങ്ങനെ മനുഷ്യ അള്ളാഹു ദുആ സ്വീകരിക്കുക? അതാലോചിച്ച് നോക്കിയേ. മുത്തുഹബീബുമായിട്ടുള്ള ബന്ധം സ്വലാത്ത് ചൊല്ലിയ